തീവ്രവാദിയായ അബു മുഹമ്മദ് അൽ ജുലാനിയാണോ അതോ മിതവാദിയായ അഹമ്മദ് അൽ സാറയാണോ? ആരാണ് ഇനി സിറിയ ഭരിക്കുക? രണ്ടും ഒരാൾ തന്നെ. പിന്നെ ഈ രണ്ടു പേർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നല്ലേ പറയാം. കഴിഞ്ഞ ദിവസം മിലിറ്ററി യൂണിഫോം ധരിച്ച് താടിയുള്ള 42കാരൻ ഒരാൾ ഡമാസ്കസിലെ ഒരു പള്ളിയിലേക്ക് നടന്നു. ഒരു ചെറിയ ജനക്കൂട്ടത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ചെറിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സിറിയൻ രാഷ്ട്രത്തോടും ലോകത്തോടുമായിരുന്നു സംസാരിക്കുന്നത്. ബഷാർ അൽ അസദിൻ്റെ പതനത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിജയം എന്നയാൾ വിശേഷിപ്പിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രാജ്യം വിട്ടു. എൻ്റെ ഹൃദയം ഈ നിമിഷത്തിനായാണ് കൊതിച്ചിരുന്നത് എന്ന് അയാൾ പറഞ്ഞു. എൻ്റെ സഹോദരന്മാരെ, സർവശക്തനായ ദൈവത്തെ ഓർക്കുക എന്ന് അയാൾ വ്യക്തമാക്കി. അഹമ്മദ് അൽ ഷാറ എന്ന ഈ മനുഷ്യൻ്റെ യഥാർത്ഥ പേര് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി സിറിയയിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം. ദമാസ്കസിലെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പുരോഗമനമായി ചിന്തിക്കുന്ന തരത്തിലാണ് വളർന്നത്. മെഡിസിൻ പഠിച്ച അഹമ്മദ് അൽ ഷറ ഒരു ദിവസം പൂർണ്ണമായും അപ്രത്യക്ഷനായി. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന മറ്റൊരാൾ ജനിച്ചു. ജിഹാദി തീവ്രവാദികളുടെ പാരമ്പര്യം അനുസരിച്ച് രൂപപ്പെടുത്തിയതാണ് ആ പേര്. മുസ്ലിം മഹത്വത്തിൻ്റെ പുതിയ ഐഡൻറ്റിറ്റികൾ തേടിയാണ് ആ പേര് അയാൾ ഏറ്റെടുത്തത്. അജ്ഞാതനായി ഒരു കവചം തനിക്ക് മുന്നിൽ തീർക്കാനും ആ പേര് അയാളെ സഹായിച്ചു. 2003-നും 2006-നും ഇടയിൽ ജിഹാദി വിമതർക്കൊപ്പം ഇറാഖിൽ US സൈനികരോട് അയാൾ പോരാടി. ആ പോരാടിയ ആളുടെ പേര് ജുലാനിയാണ്. തുടർന്ന് അവിടെ തടങ്കൽ പാളയത്തിൽ അയാൾ 5 വർഷം അടയ്ക്കപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും അൽ ഖയ്ദയുടെയും പ്രചാരണങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളായി 2011-ൽ അയാൾ സിറിയയിലേക്ക് മടങ്ങിയെത്തി. ആ മടങ്ങിയെത്തിയതും ജുലാനിയായിരുന്നു. ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹരീർ അൽ ഷാം അഥവാ HTS ഏറ്റെടുക്കുകയും 2017 മുതൽ വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബിൽ ദശലക്ഷം ആളുകൾക്ക് മേൽ തൻ്റെ ഭരണം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അതും ഈ ജുലാനിയാണ്. കഴിഞ്ഞ മാസം ഞായറാഴ്ച ഡമാസ്കസിൽ അവസാനിച്ച 12 ദിവസത്തെ HTSൻ്റെ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ജുലാനിയായിരുന്നു. ഏത് മനുഷ്യൻ സിറിയ ഭരിക്കും എന്ന് ഇപ്പോൾ ചോദ്യം ഉയരുകയാണ്. തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും തലയ്ക്ക് $10 മില്യൺ വരെ വിലയുള്ള ജുലാനിയോ അതോ മിതവാദിയായ അഹമ്മദ് അൽ ഷാറയോ? പല വിശകലന വിദഗ്ധരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ജിഹാദി തീവ്രവാദത്തിൽ നിന്ന് അബു മുഹമ്മദ് അൽ ജുലാനി മിതവാദത്തിലേക്ക് വീണ്ടും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ പഴയ പേരിലേക്ക് അയാൾ മടങ്ങുന്നത് എന്ന് അവർ പറയുന്നു. കഴിഞ്ഞിടെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ വിമതസഖ്യം ആദ്യം പിടിച്ചടക്കിയ നഗരം അലപ്പോ ആയിരുന്നു. HTS മുൻ ഭരണകാല സൈനികർക്കെല്ലാം പൊതുമാപ്പ് വാഗ്ദാനം ചെയ്തു. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കില്ല എന്ന് അവർ ഉറപ്പു നൽകി. അത് പറയാൻ അവർ വീടാന്തരം പോയി. കുർദുകൾക്കവർ സന്ദേശം അയച്ചു. നാം അഭിമാനിക്കുന്ന ഒരു ശക്തിയാണ് വൈവിധ്യം എന്നവർ പറഞ്ഞു. ഇസ്മായിലി ഷിയ നേതാക്കളെ വിജയിപ്പിക്കുന്നതിനും അതുവഴി പ്രധാന പട്ടണങ്ങൾ വലിയ എതിർപ്പില്ലാതെ പിടിച്ചടക്കുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ഷാറയാണ്. അതിനെല്ലാം ഷാറ നേതൃത്വം നൽകി. ഇത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല. ഷാറ അൽ ഖയ്ദയ്ക്കും ISനും എതിരായി നേരത്തെ തന്നെ തിരിഞ്ഞിരുന്നുവെന്ന് ചിലർ പറയുന്നു. അവരുടെ തീവ്രവാദ നയങ്ങളോട് അയാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. 2001-ൽ USനെതിരായി അൽ ഖയ്ദ നടത്തിയ ആക്രമണത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിൽ തനിക്ക് ഖേദമില്ല എന്ന് ഒരിക്കൽ അയാൾ പറഞ്ഞു. പക്ഷേ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ആക്രമണം നടത്തുക എന്ന കാഴ്ചപ്പാടിനെ തള്ളിക്കളഞ്ഞു. ഷാറയുടെ ശ്രദ്ധ പ്രാദേശികവും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ ദേശീയവാദവുമാണെന്ന് ഒരുപോലെ വ്യക്തമാണെന്ന് ചിലർ പറയുന്നു. സിറിയയുടെയും അതിലെ അടിച്ചമർത്തപ്പെട്ട ആഘാതമേറ്റ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെയും മഹത്തായ ക്ഷേമമാണ് ലക്ഷ്യം. അങ്ങനെ ചിലർ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ക്ഷേമം എങ്ങനെ കൈവരിക്കും എന്നതാണ് പ്രധാനം. ഒരു പരിഷ്കൃത മനുഷ്യനെന്ന നിലയിൽ ശ്രദ്ധാപൂർവം കുറേറ്റ് ചെയ്ത തൻ്റെ പ്രതിച്ഛായയിൽ നിന്ന്
ഷാര വ്യതിചലിക്കാൻ തുടങ്ങുന്നിടത്ത് പ്രശ്നങ്ങൾ തുടങ്ങും. ഒരു പ്ലെയിൻ യൂണിഫോം ധരിക്കുക എന്നതിനർത്ഥം ഒരു തീവ്രവാദ ഇസ്ലാമിക പോരാളിയുടെ സാധാരണ വേഷത്തിൽ നിന്നുള്ള മാറ്റം മാത്രമല്ല. ഇത് പലപ്പോഴും മേഖലയിൽ അടയാളങ്ങളായ വസ്ത്രങ്ങൾ, മെഡലുകൾ എന്നിവ നിരസിക്കുക എന്നതിനൊക്കെ തുല്യമാണ്. ഇഡ്ലിബിലെ HTS ഭരണത്തിന് കീഴിൽ പല വിമത ശബ്ദം അടിച്ചമർത്തുന്നതിനും അവർ കടുത്ത പ്രയോഗങ്ങൾ നടത്തിയിരുന്നുവെന്ന് പലരും പറയും. ചില മുതിർന്ന നേതാക്കളും ജിഹാദി കോർ പ്രത്യയശാസ്ത്രത്തിൽ പ്രതിജ്ഞാബദ്ധരായി നിലകൊണ്ടു എന്ന് ചിലർ വിശ്വസിക്കുന്നു. പുതിയതായി രൂപപ്പെട്ട ഏതൊരു രൂപവും ദീർഘാടിസ്ഥാനത്തിൽ പ്രാദേശികവും ആഗോളവുമായ അഭിലാഷങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു മേക്ക് ഓവർ മാത്രമാണ് എന്ന് കാണുന്നവരും ഉണ്ട്. പ്രസിഡന്റ് ബഷാർ അൽ അസദിൻ്റെ സർക്കാരിനെ താഴെയിറക്കിയ സിറിയൻ വിമതർ സ്ത്രീകൾക്ക് മതപരമായ വസ്ത്രധാരണ രീതികൾ ഏർപ്പെടുത്തിയില്ല. എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ നടത്തുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇടപെടുന്നത് കർശനമായി അവിടെ നിരോധിച്ചിട്ടുണ്ട്. അവരുടെ വസ്ത്രമോ അല്ലെങ്കിൽ രൂപമോ ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പാടില്ല എന്നവർ പറയുന്നു. മാന്യതാ നിർവചനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശങ്ങളോടുള്ള ആദരവാണ് പരിഷ്കൃത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് കാതൽ എന്നും വിമതർ ഇപ്പോൾ പറയുന്നുണ്ട്. 2011 ആഭ്യന്തര കലാപത്തിനു ശേഷം വിമത ഗ്രൂപ്പുകൾ ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. മുഖവും കൈകളും മാത്രമേ അവർ പുറത്തു കാണിച്ചിരുന്നുള്ളൂ. ആ രീതി മാറുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ഒരു രാജ്യം തകർച്ചയിലാണ്. സിറിയ തകർച്ചയിലാണ്. അവിടെ സമ്പദ് വ്യവസ്ഥയില്ല, പണമില്ല, കുറ്റകൃത്യങ്ങളും ദാരിദ്ര്യവും, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളും. അതാണ് സിറിയ. ഇപ്പോൾ എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് ചിലർ പറയുന്നു. എന്നാൽ താമസിയാതെ അഹമ്മദ് അൽ ഷറ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യം പല കോണുകളിലും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. സംശയിക്കുന്നവരോടായാലും പിന്തുണയ്ക്കുന്നവരോടായാലും ഒന്ന് പറയാം: തീവ്രവാദിയായ അബു മുഹമ്മദ് അൽ ജുലാനിയോ അതോ മിതവാദിയായ അഹമ്മദ് അൽ ഷാറയോ എന്നത് വാക്കുകൊണ്ട് വിധി കൽപ്പിക്കരുത്. മറിച്ച് പ്രവൃത്തിയിലൂടെ നോക്കിക്കാണാം.